ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടോക്സ് ബ്ലോഗ്സ്. ഗീസ്, അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്ന് റോബ്ലോക്സിലും കാലൊക്കെ ടാക്സി ബോസ് എന്ന് പറഞ്ഞ ഗെയിം കളിക്കാൻ പോവാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമ്മളെന്തായാലും ഒരു കാറുകളൊക്കെ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗീസ്. അപ്പോൾ ഇനി നോക്കുവാണെങ്കിൽ ഇതാണെങ്കിൽ ടാക്സി ബോസിൽ ടോപ്പായിട്ട് നിൽക്കുന്നവരുടെ കാറാണെന്ന് തോന്നി. എൻ്റെ അല്ലേ സീൻ കാറൊക്കെ ഉണ്ടോ ഗീസ്. ഇവരാണെങ്കിൽ കുറേ കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഗീസ്. ഇവരാണ് ഈ സ്റ്റോപ്പ്. എൻ്റെ മോനെ വിഷയം കാർ ഗീസ്. ലെംബോർഗിനിയാണ് ഈ സംഭവം കിടക്കുന്നത്. നമുക്ക് എന്തായാലും പുറത്ത് വിട്ട് കാറങ്ങ് സ്പോൺ ചെയ്തേക്കാം. എന്തായാലും പുറത്തോട്ട് പോകണ്ടെന്ന് തോന്നപ്പോൾ ഗൈസ് പുറത്തോട്ട് പോകണം. എൻ്റെ മോനെ വിഷയം കാറൊക്കെ ഇവിടെ കിടക്കുന്നത്. നമ്മളാണെങ്കിൽ ഇനി അപ്പറിച്ചാവാനാണ് ഈ സീൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് എവിടെയാണെന്ന് എനിക്ക് വലിയ പിടിയില്ല ഗൈസ്. എന്തായാലും ഇവിടെ സ്പോൺ ചെയ്യിക്കാം. ഓക്കെ, നമ്മൾ സ്പോൺ ചെയ്യിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല ഗൈസ്. ഓർഡർ വല്ലതും എന്തെങ്കിലും വരുമോ ഇനി? അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലണമെന്ന് തോന്നുന്നു. എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കാം. എൻ്റെ മോനെ ഇനി മാപ്പ് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ തോന്നി. നോക്കട്ടെ. ഓക്കെ, ഇതങ്ങ് ക്ലോസ് ചെയ്തേക്കാം ഗൈസ്. ഓക്കെ, റേറ്റിംഗ് അനുസരിച്ചാണ് ഗൈസ് നമ്മൾ പിക്കപ്പ് ചെയ്യേണ്ടത്. ഇതാണെങ്കിൽ 2. ഓക്കെ, നമുക്ക് ഫ്രണ്ടിലുള്ള ആളെ റേറ്റിംഗ് അടിച്ച് നോക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് വേഗം തന്നെ കൊണ്ട് പുള്ളീനെ അങ്ങോട്ട് നൈസിൽ കൊണ്ടുപോയി പിക്ക് ചെയ്യുക, ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ട് എത്തിക്കാം ഗൈസ്. എന്തായാലും ഇവിടെ നിന്ന് അത്യാവശ്യം എത്ര ലോങ് ഉണ്ടെന്ന് അറിയില്ല ഗൈസ്. എന്തായാലും നല്ല ലോങ് ഉണ്ടാവും. പോലീസിനെ ഇടിപ്പിച്ചടാ സീൻ കേസ്. പോലീസിനെ ഇടിപ്പിച്ച അത് പോയി കേസ്. എന്തായാലും സീനില്ല. എത്ര രൂപ കിട്ടുമെന്ന് എനിക്കറിയില്ല, അതാണ് ശോകം. നോക്കാം കേസ്. എന്തായാലും ഒരു 130 മീറ്ററും കാറിലൊക്കെ ഉള്ളു. ഓക്കെ, ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ട്. പക്ഷേ എൻ്റെ മോനെ എന്തായാലും നമ്മൾ അടുത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ സെൻ്റെ വഴിയ ഈ സഭ. എന്തായാലും നിങ്ങൾ ബാക്ക് കാണുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാതെ മറക്കരുത് എല്ലാവരും. എന്തായാലും നോക്കുവാണെങ്കിൽ നമുക്ക് ടോട്ടൽ $192 കാലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു നൈസ്. കാറൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും നല്ല നല്ല കാലൊക്കെ എന്തായാലും കുഴപ്പമില്ല കിട്ടുന്നുണ്ട്. ഇവിടെ എന്തായാലും റേറ്റിംഗ് ഒക്കെ നല്ല കൂടുതലാണ് എൻ്റെ മോനെ. അപ്പോൾ ഷോപ്പിൽ ഇനി എന്തോ ഉള്ള? ഓക്കെ, ഷോപ്പിലൊന്നുമില്ല. പിന്നെ എന്തുവെന്ന് അറിയില്ല ഗീസ്. ഒരു സെക്കൻഡ്, നമുക്ക് എന്തായാലും ഇറങ്ങി നോക്കാം ഗീസ്. ഇറങ്ങാം ഗീസ്, ഒന്ന് വേഗം തന്നെ ഇറങ്ങാം. എക്സിറ്റ് കാർ അതെങ്ങനെയായിരുന്നു? ഓക്കെ, കാറിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഒരു കാർ മേടിക്കണമെങ്കിൽ എത്ര രൂപ നോക്കാം ഗീസ്. ഓക്കെ, 3 റേറ്റിംഗ് ഉള്ളത് തന്നെ നല്ല വിലയാണല്ലോ ഗീസ്. എന്തായാലും ന്യൂ കാറ് എല്ലാത്തിനും നല്ല റേറ്റ് ആണെന്ന് തോന്നി ഗീസ്. നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു 700 രൂപയുണ്ട്. എന്തായാലും ഇത് നമുക്ക് അതൊന്ന് പൈസ ഇട്ട് ഓടിയിട്ട് മേടിക്കാം ഗൈസ്. ഫസ്റ്റ് കാർ മേടിക്കാം. നമുക്ക് തന്നെ ബാക്ക് അടിക്കാം ഗൈസ്. എന്തായാലും എന്നിട്ട് അടുത്ത ഓട്ടത്തിന് പോകാം. എന്തായാലും നമുക്ക് എന്തായാലും നെക്സ്റ്റിൽ പോകാം ഗൈസ്. ഇനി എങ്ങോട്ട് പൈസ? ഓക്കെ, പുറത്തേക്ക് നെക്സ്റ്റിൽ പോയി നമുക്ക് എന്തായാലും ഓട്ടം ഓടാം. എത്ര രൂപ കിട്ടുമെന്നൊന്നും അറിയില്ല. ഇനി എന്തായാലും കുറച്ച് ഓട്ടം ഓടേണ്ടി വരും മിക്കവാറും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. എൻ്റെ കളി നമുക്ക് എന്തായാലും കാറിലൊക്കെ എൻ്റർ അടിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഫസ്റ്റ് ഇങ്ങനെയാണെങ്കിൽ പിന്നെ റിച്ച് ആയിക്കോളും എന്നാണ് തോന്നുന്നത് പയ്യെ. ഓക്കെ, ഇവിടെ എത്ര റേറ്റിംഗ് ഉള്ള ആൾക്കാരടക്കം ഉള്ളത്. ഓക്കെ, സെൻട്രൽ സിറ്റിയിൽ കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വേഗം തന്നെ പോവാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൈസയും കൂടി കിട്ടിക്കോളും. അതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ല ഗീസ്. എന്തായാലും നമ്മൾ കേസിൽ പോകുവാണ് ഗീസ്. എൻ്റെ അളിയ നിർത്താതെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം ഗീസ്. ഇതാണ് നല്ല സ്പീഡും ഉണ്ട്. ഏതാ? ഓക്കെ, നമ്മളിത് ദിസ് ഈസ് ദ പ്ലേസ് എന്ന് കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പയ്യെ അങ്ങോട്ട് ബാക്കിലേക്ക് പോവാം. ഓക്കെ, എൻ്റെ മോനെ ഒന്ന് മര്യാദ പാർക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ലോടാ. ഓക്കെ, നമുക്ക് പുതിയ ഏരിയ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഓൾഡ് ടൗണോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്ഥലമാണ്. ഓക്കെ, നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. 1200 സംതിങ് വേണമെന്ന് തോന്നുന്നു നമുക്ക്. എനിക്ക് തോന്നുന്നു ഇതാക്കാനായിട്ട്. എന്തായാലും ഇപ്പോൾ 1000 രൂപയെങ്കിൽ ആളിലൊക്കെ ആയി. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ സിറ്റിയിലേക്ക് പോകാം ഗീസ്. എന്തായാലും ഇവിടുന്ന് ഇനി ഇവിടെ നിന്നാലും ഓക്കെ. കറക്റ്റ് 2 റേറ്റിംഗ് ഉള്ള ഒരുത്തിനെ കിട്ടി. സെൻട്രൽ ബിസിനസ് എന്ത് സ്ഥലമാണ്? എംപ്ലോയി ആണ് എംപ്ലോയി. നല്ല പൈസ കിട്ടുമെന്ന് തോന്നി. എന്തായാലും സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഓക്കെ, നമുക്കെന്തായാലും ലോജിസ്റ്റിക് ഡിസ്ട്രിക്റ്റിലേക്ക് പോകാം. അത് അത്യാവശ്യം ലോങ് ഉണ്ടെന്ന് തോന്നുന്നു. അയ്യോ, വഴി എത്തിപ്പോയി. നമുക്കെന്തായാലും ഇങ്ങനെ പോവാം. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും പോവുകയാണ്. പെട്ടെന്ന് എത്തിക്കാൻ നമുക്ക് വേഗം പൈസ കിട്ടും. എന്തായാലും നമുക്ക് പോവാം. നല്ല റേറ്റിംഗ് ഉള്ള ഒരുത്തനാണ്.
നോക്കുവാണെങ്കിൽ നമ്മളെന്തായാലും കാത്തിച്ചങ്ങ് വിടുവാണ് ഈ പിന്നെ അല്ല പവർ റേസ്. എന്തായാലും നമുക്ക് വേഗം തന്നെ പോവാം. എന്തായാലും പുതിയ സിറ്റിംഗ് കാറിലൊക്കെ അൺലോക്ക് ആണെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് വേഗം തന്നെ പോവാം. ഓക്കെ, ഇവിടെ എത്തിയെന്നാണ് പറയുന്നത്. ഇൻഡസ്ട്രിയൽ സിറ്റിയിലും ഡിസ്ട്രിക്റ്റിലും കാറിലൊക്കെ എത്തിയെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസിൽ പോകാം. എന്തായാലും പുതിയ കാർ എടുക്കാനുള്ള ഫണ്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, 1200 സംതിങ് ആണ്. നമുക്ക് എന്തായാലും ഓക്കെ, കറക്റ്റ് സ്ഥലത്ത് നമുക്ക് കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പാർക്ക് ചെയ്ത്. ഓക്കെ, പൈസയായി. ഓക്കെ, 2000 സംതിങ് കിട്ടി. അപ്പം നല്ല കാർ മേടിക്കാം നമുക്ക്. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നൈസിലൊരു കാർ എടുക്കാം. അതാണ് ഈ സാധ്യം വേണ്ട. ഓക്കെ, ഇനി എന്തോ ഇത് ഡീലർഷിപ്പാണ്, അതെന്ത് വന്നത്? ഓക്കെ, 3000 രൂപക്ക് 1000 ഇതെടുക്കാം ഗീസ്. ഇത് നല്ല കാറാണെന്ന് തോന്നുന്നു ഗീസ്. ഇത് നല്ല കാറാണ്. 3800 ഉണ്ടെങ്കിൽ നല്ലൊരു കാർ എടുക്കാം. എന്നാലും കുഴപ്പമില്ല, ഇത് തന്നെ എടുത്തേക്കാം. റേറ്റിംഗ് ഉള്ളൊരു കാറുണ്ട്, അപ്പോൾ അത് തൽക്കാലം എടുക്കാം. മോഡിഫൈ ചെയ്താൽ സെറ്റായിരിക്കും ഗീസ്. മോഡിഫൈ ചെയ്താലോ എന്നാലോചിക്കാറ്. ഈ കളർ ഇത് തന്നെ മതി. ഇത് ബാക്ക് പോവാം. കളറ് ഇത് മതി. സൈൻ ഏതാണ്? ഓക്കെ, ഇതെന്താ ചിക്കനൊക്കെ അതൊക്കെ ശോകം. അതൊക്കെ ഭയങ്കര ശോകമാണ് ഗീസ്. എന്തായാലും ഇപ്പോൾ ഉള്ള എങ്ങനെയാണ് അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. നമുക്ക് എന്തായാലും ഗീസ് പുറത്തോട്ട് പോയിട്ട് നല്ലൊരു കാറങ്ങാണ്ടൊക്കെ എടുക്കാം ഗീസ്. എനിക്ക് ഈ വഴിയാണ് തെറ്റിപ്പോണേ കിട്ടുന്നത്. ഞാൻ നേരെ അങ്ങോട്ട് പോകണം. കാറ് സെല്ല് ചെയ്യാം ഗീസ്. കാർ സെല്ല് ചെയ്യാം. ഇതൊക്കെ സെല്ല് ചെയ്താൽ ഒരു 1500 സംതിങ് കിട്ടത്തുള്ളൂ. എന്തായാലും ഉള്ള പോട്ടെ. പക്ഷെ എന്തായാലും 1500 സംതിങ് എന്തോ കിട്ടി. നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ കാർ എന്തായാലും ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് വേഗം തന്നെ പോകാം. 3 സംതിങ് റേറ്റിംഗ് ഉണ്ടെന്നാണ് ഈ തോന്നുന്നത്. 3.3 ആ റേറ്റിംഗ് എത്ര ഏകദേശം അത്ര റേറ്റിംഗ് ഉണ്ട്. നമുക്കൊന്ന് തപ്പിയാൽ നല്ല റേറ്റിംഗ് ഉള്ളവരെ കണ്ടുപിടിക്കാം. ഈ ഏരിയ ഉള്ളവരൊക്കെ നല്ല റിച്ച് ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ അപ്പുറത്തായിരിക്കും മിക്കവാറും 3 സംതിങ് റേറ്റിംഗ് ഉള്ളവരൊക്കെ. നമുക്ക് നോക്കാം. ഓക്കെ, എന്താ എവിടെയെങ്കിലും ആളില്ലേ? ഇവിടെയൊക്കെ 4 സംതിങ്. ഓക്കെ, 3 സംതിങ്ങുള്ള കിട്ടി. ഓക്കെ, നമുക്ക് ഈ പുള്ളീൻ്റെ എന്തായാലും അക്സെപ്റ്റ് കൊടുക്കാം, പിക്കപ്പ് ചെയ്യാം. ഓക്കെ ഗീസ്, പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും പുള്ളീനെ പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് ഇത് ചെയ്യാം ഗീസ്. എന്തായാലും നമുക്ക് എന്തായാലും അതിനനുസരിച്ച് നല്ല കൂടുതൽ ക്യാഷും കിട്ടും ഗീസ്. ഇവിടെ ആണെങ്കിൽ തൊട്ടടുത്തും കാറിലൊക്കെയാണ്. വലിയ സീനൊന്നുമില്ല ഗീസ്. എന്തായാലും നോക്കുവാണെങ്കിൽ നമ്മൾ പോയി കറക്കി നൈസിൽ കറക്കിയതാണ് ഗീസ്. എന്ത് ചെയ്യാനാണ്, പുതിയ ഏരിയ കാറിലൊക്കെ അൺലോക്കായി. ഓക്കെ, ഇവിടെ എന്തുവാണ് ഗീസ്. എന്തായാലും ഒന്ന് കറക്റ്റ് ഒന്ന് നേരെ പാർക്ക് ചെയ്തിട്ട് ഗീസ്, അല്ലെങ്കിൽ ബാഡാവും. എന്തായാലും നമുക്ക് പാർക്ക് ചെയ്തിടാം. ഓക്കെ, നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. 800 കിട്ടിയുള്ളതാണ് റേറ്റിംഗ് കൂടിയപ്പോൾ ഞാൻ ഓർത്ത്. എന്തായാലും ഇവിടെ എന്തോ ആയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യേ, ഇവിടെ ഞാൻ എന്തോ പിടിച്ച് നെക്കിയപ്പം കഫേ റെഡിയാക്കി. ഇത് കഫേ ആണെന്ന് തോന്നി. നമ്മുടെ കഫേ നമ്മുടെയാണ്. ഞാൻ ഇവിടെ എന്തോ പിടിച്ച് നെക്കിയപ്പോൾ പെട്ടെന്ന് എന്തോ ആയി. എനിക്ക് വലിയ പിടിയില്ല. ഓക്കെ, 3 സംതിങ് റേറ്റ് ഉള്ള ഒരുത്തനുണ്ട്, റേറ്റിംഗ് ഉള്ള ഒരുത്തനുണ്ട്. ഓക്കെ, ഫ്രണ്ടിൽ ഒരുത്തനുണ്ട്. ഇവൻ എന്തായാലും പിക്കപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് റൈഡ് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കിനി കുറച്ച് ദൂരം പോകണം. 500 സംതിങ് മീറ്ററും കാറിലൊക്കെ പോകണം. ഓക്കെ, എൻ്റെ മോനെ ഇതാണ് ബ്രേക്ക് കിട്ടുന്നില്ല. ഈ ഇടിപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണല്ലോ. പൈസ കിട്ടുന്ന കുറയൊന്നും തോന്നുന്നു ഇടിപ്പിച്ച് കഴിഞ്ഞാൽ. അങ്ങനെ എന്തോ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഗീസ്. എന്തായാലും ഇങ്ങനെ കറങ്ങി അങ്ങ് നേരെ പോവാം. എന്തായാലും ഗീസ് നോക്കുവാണെങ്കിൽ നമ്മൾ ഗീസിൽ പോകുവാണ്. സ്ഥലം എന്തായാലും ഇപ്പം എത്തും. സ്ഥലത്താറായി. ഓക്കെ, ലാസ്റ്റ് ഹേർട്ട് എന്നൊക്കെ പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഓക്കെ, നമ്മൾ പ്ലേസിലെത്തിയോ? ഓക്കെ, 3.3 റേറ്റിംഗ് ഉണ്ടല്ലേ. കാരണം പൈസ കുറവായിരിക്കും. ഓക്കെ, പൈസ കുറവാണ്, ഞാൻ പറഞ്ഞല്ലേ. നമുക്ക് എന്തായാലും കഫേ തുടങ്ങി. ഓക്കെ, കഫേ തുടങ്ങിയ ക്യാഷാണ് നമുക്ക് നേരത്തെ കിട്ടിയത്.
ഒരു കാർ എടുക്കാൻ വേണ്ടി ഇനി എത്ര വേണം? ഇവിടുന്ന് ഷോപ്പ് അൺലോക്ക് ആകത്തില്ല. ഇനിയിപ്പം കമ്പനിയിലേക്ക് പോകേണ്ടി വരും ഇങ്ങനെ പോയാൽ. കമ്പനിയിലേക്ക് പോകണം മിക്കവാറും. ഗോ ടു ഡീലറിൻ്റെ അടുത്ത് പോകാം ഗൈസ്. എന്തായാലും ഹരോൾഡിൻ്റെ അടുത്ത് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ 5000 സംതിങ് ക്യാഷ് ഉണ്ട്. അപ്പോൾ 3.2 റേറ്റിങ്ങുള്ള എടുക്കാം. അതിനേക്കാളും നല്ലത് 3.5 അതെടുക്കുകയായിരുന്നു. അത് കൊള്ളാം ഗൈസ്, ഇതെടുക്കുക. എന്തായാലും വലിയ ഗുണമൊന്നുമില്ല, എന്തായാലും നമുക്ക് എടുക്കാം ഗൈസ്. മോഡിഫിക്കേഷനൊക്കെ പിന്നെ ചെയ്യാം. പിന്നെ ഇത് കഴിഞ്ഞ് ഈ കാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 11,000 എല്ലാത്തിനും നല്ല റേറ്റാണ് ഗൈസ്. അത് വർഷം നല്ല റേറ്റാണ്, കത്തി കയറിയ റേറ്റാണ്. ഓക്കെ, എന്തോ ഇത് നമ്മുടെ ബിസിനസ് എന്താണെന്ന് തോന്നി. ഇതെന്തായാലും നമുക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ട്. സോ ഒരുവിധം നമ്മൾ ബിൽഡാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, മെക്കാനിക്കിനെ സെറ്റായെന്ന് തോന്നുന്നു. സെലക്ട് കാർ. ഓക്കെ, നോ കാറൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇത് ട്രെയിൻഡ് കാറാണ് ഈ. അപ്പോൾ നമുക്കൊരു കാറും കമ്പനിയും കാറിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു റെഡിയായെന്ന് തോന്നുന്നു. ഓക്കെ, അപ്ഗ്രേഡ് നമുക്ക് കയ്യിലുള്ള പൈസ ഒക്കെ മൊത്തം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രോഫിറ്റ് വല്ലതും കിട്ടാമെന്ന് അറിയില്ല, എനിക്ക് ഒരു പിടിയില്ല. ടാങ്ക് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതെന്ത് നിൽക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഉള്ളതൊക്കെ നമുക്ക് നെക്കി പിടിച്ചിട്ടുണ്ട്. എന്തായാലും പൈസ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ച്. ഓക്കെ, ഇവിടെ നമുക്ക് നേരെ ഓട്ടത്തിന് പോവാം. നേരെ ഓടാൻ പോകാം ഗൈസ്. എന്തായാലും നമ്മളിവിടെ നിന്ന് എന്തായാലും കാർ സ്പോൺ ചെയ്യാൻ പോവാണ്. 3.5 റേറ്റിങ്ങുള്ള കാറുകളൊക്കെ അവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ സീനില്ല. നമ്മുടെ ഗ്യാരേജാന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ സ്വന്തം ഗ്യാരേജാണ് ഗൈസ്. വേറെ അല്ല, നമ്മുടെ സ്വന്തം ഗ്യാരേജ്. നമ്മൾ വണ്ടിയും കാലൊക്കെ ഇവിടെ എടുത്തിട്ടായിരുന്നു. ഓക്കെ, വണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നൈസിൽ പോകാം. ഇനിയിപ്പോൾ പൈസയുടെ കളികളാണ് ഗൈസ്. എത്ര പൈസ ഇടുന്നതനുസരിച്ച് നമുക്ക് നൈസിൽ ആൾക്കാരെ കൊണ്ടുപോകാം. കണ്ടോടാ, ആവശ്യമുള്ളപ്പം നല്ലവരാരും കിട്ടില്ല. റേറ്റിംഗ് ഒക്കെ ഫുള്ള് കുറവാണ്. കണ്ട, 5 പോയിൻ്റ്. അതിൻ്റെ ആവശ്യമില്ല, അത്ര ഒന്നും വേണ്ട. ഒരു 3.5. 3.5 ഒന്നും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. എല്ലാം 4 ആണ് ഗൈസ്. 4, 4, 6. ഓക്കെ, ഈ ഏരിയയിലുള്ള എല്ലാ എണ്ണവും റിച്ചാണ്. 3.5 ആണ് ഗൈസ്. ഓക്കെ, 3.5. ഓക്കെ, പുതിയ ഏരിയ അൺലോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. മിക്കവാറും ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഇതൊക്കെ എക്സിറ്റ് കാർ കൊടുത്തിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഇത് ഷോപ്പ് തുടങ്ങാൻ പറ്റുന്നില്ല. എനിക്കൊന്ന് ഓരോ സ്ഥലം നമുക്ക് അൺലോക്കായി കിട്ടണം, അപ്പോൾ നമുക്ക് പൈസ കിട്ടുമെന്ന് തോന്നുന്നു. അങ്ങനെ എന്തൊക്കെയാണ്. ഓക്കെ, ഫാമിലിനെ നമുക്ക് കൊണ്ടുപോയാക്കാം ഗൈസ്. സോറി രൂപനി. ഓക്കെ, ആൾക്കാർ ഫാമിലി നമുക്ക് ഇതിൻ്റെ താഴെ കയറത്തില്ലെന്നാണ് ഗൈസ് പറയുന്നത്. ഒരുവിധം കഷ്ടപ്പെട്ട ഒരാളെ കിട്ടുമ്പം അതിൻ്റെ അകത്താണെങ്കിൽ. ഓക്കെ, ഇതിൽ നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും കൊടുക്കാം. ഇവരെ നൈസിൽ എവിടെയെങ്കിലും കൊണ്ട് നൈസിൽ തട്ടാം. എന്തായാലും ഇടിപ്പിക്കാതെ നൈസിൽ നല്ലപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല ക്യാഷ് കിട്ടുമെന്ന് തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഗീസ്, നോക്കാം. ഓക്കെ, നമ്മൾ ചെത്തിച്ച് പോവാണ്. എൻ്റെ മോനെ, ഇപ്പം നോക്കുവാണെങ്കിൽ നമ്മൾ പോവാണ്. എൻ്റെ മോനെ, പ്ലേസ് എത്തി. ഓക്കെ, എന്തായാലും മൾട്ടിപ്പിൾ ബോണസ്. ഓക്കെ, നല്ലപോലെ എത്തിച്ചുകൊണ്ടാന്ന് തോന്നി. 1000 സംതിങ് കിട്ടി. ഓക്കെ, താങ്ക് യു. 3.9 ഷോപ്പറിന്. ഓക്കെ, ഷോപ്പറിനെ കിട്ടി. ഇതാണെങ്കിൽ അത്യാവശ്യം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് സീനില്ല. എൻ്റെ അളിയാ, സീനാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുവാണ്. 1 കിലോമീറ്റർ സംതിങ് ഉണ്ട്. പെട്ടെന്ന് അങ്ങ് ഓടിച്ച് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താം. വെച്ചങ്ങ് അലക്കിയേക്കും. അയ്യോ, റേറ്റിംഗ് വേണമല്ലോടാ. റേറ്റിംഗ് കുറഞ്ഞ് സ്പീഡിൽ പോയിൻ്റ് ചെയ്യുന്നുണ്ട്. റേറ്റിംഗ് കുറഞ്ഞ് നേരെ എന്ന് അങ്ങോട്ട് ഇടിച്ച് ഒരു ഫ്ലോയിലങ്ങ് പോവുക. പക്ഷെ എൻ്റെ അളിയാ, ഭയങ്കര വേട്. ഓക്കെ, ഇവിടെ കണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെയല്ല, ഇതിൻ്റെ അപ്പുറത്തങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പം എത്തും ഈ സ്ഥലം, ഇപ്പം എത്തും. എൻ്റെ മോനെ, ഇപ്പം എത്താറായി. ഇത് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു.
അത് നമ്മൾ പെട്ടെന്ന് എത്തിച്ച് ഗൈസ്, അത് മതി. ഓക്കെ, നമ്മളാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ എത്തിക്കാന്ന് പറഞ്ഞാൽ എത്തിക്കും, അത് അത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ 3 സംതിങ് എംപ്ലോയി ഉണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നൈസിലി ഇവിടെ നിന്ന് ഇറങ്ങാം. 3x ക്യാഷ് കിട്ടുന്നത്, 3x. ഓക്കെ, 3000 സംതിങ് കിട്ടി, അതൊന്നും പോരാ, ഇനിയും വേണം. ഓക്കെ, ഇവിടുന്ന് ക്യാഷ് എന്തെങ്കിലും കിട്ടാൻ ഇതുണ്ട് ക്ലയൻറ്റിന്. ഓക്കെ, ഇനിയിപ്പം എന്ത് വേസ്റ്റ് ചെയ്യണ്ട, ഇനിയിപ്പം അടുത്താളെ പിക്കപ്പ് ചെയ്യാം ഗൈസ്. ഓക്കെ, അടുത്താളെ നമ്മൾ പിക്കപ്പ് അടിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ അടിയാ ഇസവ നോക്കുവാണെങ്കിൽ നമ്മളാണ് കേസിൽ പോവുകയാണ്, ഇവിടെ തൊട്ടടുത്താണെന്നാണ് ഈസ് പറഞ്ഞ. എന്തായാലും ഇവിടെ നേരെ അങ്ങ് വെച്ചിറങ്ങി പോവാം, എവിടെയെങ്കിലും എത്തട്ടെ. ഓക്കെ, എത്തി പെട്ടെന്ന് എത്തി. നേരത്തെ അടുത്തായതുകൊണ്ട് വലിയ വള്ളിയില്ലായിരുന്നു. എൻ്റെ മോനെ എത്ര കിട്ടി കേസ് അവിടുന്ന്? ഓക്കെ, 600 രൂപ സംതിങ് കിട്ടി കേസ്, അത് വിളിച്ചു കേസ്. ഓക്കെ, സോഫിയ ബോസ്. ഓക്കെ, സ്പെഷ്യൽ ക്ലയൻറ്റ് ഇതിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിനി അങ്ങോട്ടാ കേസ്, ഇനി നമ്മുടെ കമ്പനിയിലേക്ക് പോകാം കേസ്. കമ്പനി എന്തൊക്കെയാണെന്നറിയില്ല. എംപ്ലോയി ഗോ ഓഫീസ് നോക്കാം കേസ്. ഗോ ഓഫീസൊക്കെ ആകുമ്പം ഇവിടെ എന്തൊക്കെ ചെയ്യാൻ കിടപ്പുണ്ട്, എന്താണെന്നൊന്നും എനിക്കറിയില്ല, എന്തോ ചെയ്യാൻ കിടപ്പുണ്ട്, അത്രയേ ഉള്ളൂ. ഇവിടെ ഇനി സെലക്ട് കാർ കൊടുക്കണം, ഒരു കാറ് മേടിച്ചു കൊടുക്കണം. എംപ്ലോയിക്ക് ഒരു കാറ് മേടിക്കാം കേസ്. സാധാരണ ഒരു കാറ് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിവാർഡും കൊടുക്കും. ഓക്കെ, ഇവിടെ നമ്മൾ അപ്ഗ്രേഡ് അടിച്ച് വെച്ചിട്ടുണ്ട്. എംപ്ലോയിക്ക് ഒരു കാർ കൂടി മേടിച്ചു കൊടുത്താൽ സെറ്റാണ്. ഓക്കെ, ഡെലിവറി ടാസ്ക്. ഇനിയിപ്പം എംപ്ലോയി ആ പുള്ളിക്കാരനൊരു കാറും മേടിച്ചു കൊടുക്കണം. അതിനിപ്പോൾ കാറ് ഡീലർഷിപ്പിൽ ചെന്നിട്ട് ഒരു നല്ല കാറ് നോക്കണം. 7000 രൂപയുടെ ഒരു കാറ് നോക്കട്ടെ ഗൈസ്. ഓക്കെ, 3.5 റേറ്റിംഗ് ഇത് മതി. പുള്ളിക്ക് ഇത് തന്നെ ധാരാളം. എൻ്റെ അളിയാ, നമുക്ക് ഇനി നൈസിൽ കമ്പനിയിലേക്ക് പോകാം. ഗോ ഓഫീസ് ആക്കാം ഗൈസ്. ഓക്കെ, ഗോ ഓഫീസ് ആക്കി ഇനി പുള്ളിക്ക് കാറ് കൊടുക്കണം. കാറ് എങ്ങനെയായിരുന്നു? ഓക്കെ, അപ്ഗ്രേഡ്. ഓക്കെ, നമ്മളൊരുവിധം കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാടൊന്നും പറയാൻ പറ്റില്ല, ഇച്ചിരി. സെലക്ട് കാറുടെ ഇതിനി എങ്ങനെയാടാ? സ്കില്ല്, എക്സ്പീരിയൻസ് എല്ലാം വേണമല്ലേ? ഇത് എന്തായാലും നമുക്ക് ഇന്നെന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ മതി. ഒരുവിധം നമ്മൾ കുറച്ചൊക്കെ സെറ്റ് ചെയ്ത്, എന്തായാലും ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലും കാലൊക്കെ സെറ്റാക്കാം കേസ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കാലൊക്കെ ഇത്രയുള്ളൂ. ഈ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.